ഇന്നൊരു ഉച്ചരയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് എന്താ പറയണ്ടേ ഒരു ഊണ് കഴിക്കാനുള്ളൊരു ക്രേവിങ്സ് വന്നത്. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വരുമ്പോൾ പിന്നെ പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഹോട്ടൽ ബൃന്ദാവനിൽ പോയിട്ട് അടിപൊളി ഒരു സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇലയൊക്കെ ഇട്ടു, ചോറ് വന്നു, കറികൾ വന്നു, എന്താ പറയണ്ടേ നല്ല നിരന്നിരിക്കുന്ന തരത്തിൽ കുറേ കറികൾ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പപ്പടം എന്ന് പറയുന്നത് എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമല്ല. എല്ലാവർക്കും ഈ സദ്യ കഴിക്കുമ്പം പപ്പടം കൂട്ടി കഴിക്കാനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ എനിക്കെന്തോ അതിഷ്ടമല്ല. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു, അത് പപ്പടക്കൊതിയുള്ള ഒരാൾക്കങ്ങ് കൊടുത്തു. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന അച്ചാറുണ്ടല്ലോ, അത് പറയാതിരിക്കാൻ പറ്റുമല്ലോ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് പ്രത്യേകിച്ച് അച്ചാറിനോട് എനിക്കൊരു വല്ലാത്ത പ്രണയമാണ്. അങ്ങനെ അച്ചാറിന് കൊതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തുള്ള മുളകെടുത്തിട്ട് ഇങ്ങനെ ഞെരടി ആ ചോറെടുത്ത് വായി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഇലയൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ വെയിറ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു 100 വർഷം വരെ ജീവിക്കുമെന്ന് പറഞ്ഞു. ഇലയൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ 100 വർഷം വരെ ജീവിക്കും പോലും. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് കേട്ടോ. അപ്പം എനിക്ക് 100 വർഷം വരെ ആയുസ്സൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെയുള്ള ജീരകം, കൽക്കണ്ടം ഇതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ കിടന്ന് പിടിവലി കൂടുകയാണ്. 3-4 കഴിഞ്ഞാലേ ഇല്ലത്ത് ഇതൊക്കെ പതിവാണ്. അപ്പം ഞങ്ങൾക്ക് പോകാനുള്ള ടൈമായി. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കുണ്ട് ഇതായിരിക്കുന്ന ഒരെണ്ണം. അപ്പോഴേക്കും ഊബർ വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോട്ടെ. ടാറ്റ ബൈ.